Yes, there we go. Good morning. Good morning, sir. Yes, good morning. Okay, let us start. അപ്പൊ നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ആർക്കെങ്കിലും ഓർമ്മയില്ല? കുറച്ച് ക്ലാസ് നമ്മൾ കാണാതെ രണ്ട് ക്ലാസ് മിസ്സായി തോന്നുന്നില്ലേ? അഞ്ജന, അഞ്ജു, നമ്മൾ എന്താണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ രഹന, സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റില് ഡു നോട്ട് ഡസ് നോട്ട് നമ്മൾ പറഞ്ഞു ഇല്ല? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അത് ഒരു ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ദിവസവും ചായ കുടിക്കാറുണ്ടെന്നാണ്. ഐ യൂസ് മൊബൈൽ ഫോൺ, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഞാൻ ദിവസവും മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. ഐ വാക്ക് ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ നടക്കാറുണ്ട്. അത് സ്ഥിരമാണത്, പതിവായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഇതിന്റെ നെഗറ്റീവ് വാചകത്തിലൂടെ നമുക്ക് കടക്കാം. അതായത് ഇപ്പോ പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം പോലെ തന്നെ പതിവായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യം ഉണ്ടാവില്ല. യെസ്, അപ്പൊ അത് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ആണ് ഉപയോഗിക്കുക. പ്രസന്റേഷന്റെ മുമ്പിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതിവായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യമാണ്. എക്സാമ്പിൾ പറയും, ഐ ഡ്രിങ്ക് ടീ എന്ന് പറയും. ഇതിനകത്ത് ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാലോ ചായ കുടിക്കാറില്ല. ഐ ഡു നോട്ട് കട്ട് മൈ ഹെയർ, ഞാൻ എന്റെ മുടി കുടിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് സ്പൈസി ഫുഡ്, ഞാൻ മസാല ചേർത്ത ഭക്ഷണം ഉപയോഗിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് സ്വീറ്റ്സ്, ഞാൻ മധുരം ഉപയോഗിക്കാറില്ല. തൊട്ട് മുന്നിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഡു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത, സ്ഥിരമായിട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട്. രഹന, Yes, sir. ഓക്കെ ഓക്കെ, അപ്പൊ രഹനയോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ രഹനയോട് ചോദിക്കുമ്പോൾ രഹനയോട് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു 5 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക. സ്ഥിരം നിങ്ങളത് എപ്പോഴും ഒരു പ്രാവശ്യം ചെയ്യാൻ പോട്ടെ, ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ 5 സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 5 കാര്യം കണ്ടുപിടിക്കുക. എന്തെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യാത്ത ഒരു കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 5 പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാത്ത കാര്യം ഉപയോഗിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നീല കളറുള്ള ഡ്രസ്സ് ഉപയോഗിക്കാറില്ല. നമുക്ക് അത് ബ്ലൂ എന്ന് പറയുന്ന കളറിനോട് താല്പര്യമില്ല. അപ്പോൾ നമുക്കത് പറയാം, ഐ ഡു നോട്ട് യൂസ് ബ്ലൂ കളർ ചുരിദാർ, അത് ഞാൻ ഉപയോഗിക്കാറില്ല. ഐ ഡു നോട്ട് വെയർ സാരി, ഞാൻ സാരി ധരിക്കാറില്ല. അപ്പൊ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ നോക്കാം.
അപ്പൊ അതിന്റെ തൊട്ട് മുന്നിൽ ഒരു ഡു നോട്ട് കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പൊ ഡു നോട്ട് എന്ന് പറയുന്ന ഉപയോഗം നമ്മൾ പഠിക്കുന്നു. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് എങ്ങനെ പറയണം നമ്മൾ പഠിക്കുന്നു. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ അതിന് മുമ്പിൽ ഡു നോട്ട് ചേർക്കണം എന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ രഹന, രഹനയുടെ ഐശ്വര്യത്തിൽ വേണം ഓക്കെ സാർ, പറഞ്ഞോട്ടെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്, അതായിരിക്കണം. പറഞ്ഞോട്ടെ, നമ്മൾ റെഡിയാണ്. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. I do not like tea. I do not like tea. Okay. I do not prefer watching movie every day. യെസ്, അല്ല അതാണ് എല്ലാ ദിവസവും കാണാറില്ല, വല്ലപ്പോഴും കാണാറുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. I do not like grey color chudidar. I do not like grey color chudidar. Okay. I do not like to travel in auto rickshaw. I do not like to travel in auto rickshaw. അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ പറയാം I do not travel in auto rickshaw. ലൈക്ക് കളഞ്ഞിട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ട് ശരിയാണ്. ഓക്കെ. I do not like sambar. I do not like sambar. Very good, very good. Okay, okay, okay. Okay, Rahana, very good, very good. അപ്പോൾ ഇനി നമ്മൾ do not എന്ന് പറയുന്ന do not എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ആ ഗ്രാമറിന്റെ ആ വേർഡ് നമ്മൾ ഓക്സിലറി വെർബ് നമ്മൾ മറക്കുന്നില്ല. ഓക്കെ, ഗഗന പറഞ്ഞോളൂ. ഗഗന ഓരോരുത്തരും റെഡി ആയിട്ട് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ 19 പേരേ ഉള്ളൂ. യെസ്, ഗഗന പറഞ്ഞോളൂ. do not വെച്ച്. I do not eat bitter gourd. I do not eat bitter gourd. Yes. I do not use mobile phone after 11 o'clock. After 11 o'clock, I do not use. Very good, very good. Yes. I do not go temple every day. I do not go to temple every day. Okay. I do not like black color pen. I do not like black color pen. Okay. I do not wear sari. I do not wear sari. Okay, very good, very good. Okay, Gagana. നീ കയ്യിൽ വിലതുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ 5 പറഞ്ഞു എന്ന് വിചാരിച്ച് അത് 5 ഞാൻ ഒരു കട്ടൻ ഫ്രീ ആയ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ലൈൻ അല്ല, രസകരമായിട്ടുള്ള സംഗതി നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ. യെസ്, ഇനി അടുത്ത ആരാണ് റെഡി ആയിട്ടിരിക്കുന്നത്? യെസ്, ഗായത്രി. Gayatri. Yes, Gayatri is not there. Deepthi BV. Deepthi. Hello, sir. പറഞ്ഞോളൂ. Do not വെച്ച് പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. I don't like to cook every day. I don't like to cook every day. Okay. I don't talk to strangers. I do not talk to strangers. Okay. I do not use light color dresses. I do not use light colored dresses. Okay. 2 more. I do not like to travel in buses. I do not like to travel in buses. Okay. Sir. One more. I do not speak. I do not like to speak more. I do not like to speak. I do not like to speak in public. സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, പറഞ്ഞപ്പോഴും കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അലക MS. അലക. Yes, Alaga. Alaga is not connected. Afsana. Yes, sir. പറഞ്ഞോളൂ. Afsana പറഞ്ഞോളൂ. I do not drink coffee. I do not drink coffee. Okay. I do not wear sarees. I do not wear sarees. Correct. I do not cook every day.
I do not cook every day. Deepthi പറഞ്ഞത് തന്നെയാണ്. Yes. I do not. Sir, ബാക്കി കിട്ടുന്നില്ല. Okay. നമുക്ക് വേണമെങ്കിൽ പറയാം നോൺ വെജ് ഫുഡാണോ ഉപയോഗിക്കാറ്, വെജ് ഫുഡാണോ? അപ്പൊ നമുക്ക് അതിന്റെ ഓർഡർ പിടിക്കാം. I do not I do use. not. Yes. I do not use non-veg. Every day നമുക്ക് ചേർത്താൽ മതി കേട്ടാ. ഞാൻ എല്ലാ ദിവസവും നോൺ വെജ് ഉപയോഗിക്കാറില്ലെന്നായി. അപ്പൊ നോൺ വെജ് ഉപയോഗിക്കാറുണ്ട്, എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല കേട്ടാ. I do not take non veg food every day. അപ്പോൾ every day എന്നുള്ള വാക്കാണ് ചേർത്താൽ മതി. Yes, അതൊക്കെ ഡെയിലി ചേർത്താൽ മതി. Yes. അടുത്തത് പറഞ്ഞോടി പറഞ്ഞാൽ നമുക്ക് 5 ഉറപ്പിക്കും. പറഞ്ഞ വേറെ ഒന്ന് പറഞ്ഞു നോക്കി. I do not സീരിയൽ കാണാറുണ്ടോ? watch. No. അപ്പൊ അത് പറഞ്ഞ ഞാൻ സീരിയൽ I do കാണാറില്ല. not watch serials. കറക്റ്റായി. I do not watch serial. കറക്റ്റായി. പിന്നെ നമുക്ക് പറയാം I do not beat my children. ഞാൻ എന്റെ മക്കളെ തല്ലാറില്ല. I do not scold my elders. ഞാൻ എന്റെ മുതിർന്ന ആളുകളെ ശകാരിക്കാറില്ല. യെസ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അജന്യ അജു. ഓക്കെ, അജു is not a kind. ദേവിക. സർ ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പുറത്തിരിക്കായിരുന്നു. യെസ്, ഓക്കെ. പറഞ്ഞോളൂ. I do not talk to my friends every day. Very good. I do not take proper care of my gardens. Yes. I do not argue with my sister. I do not argue with my sister. മറ്റു ഊതി വെച്ചിട്ടാണ്. I do not play with my sister's child. Yes. I do not watch movies on a daily basis. Okay. Very good. Okay. Very good, Alaka. Devika. Devika illa. Ashwati. Yes. Ashwati Sri അവിടെ കണക്ട് ചെയ്യുന്നില്ല. അഞ്ചു ജിനു. Anju. Okay. Aishwarya Achu. Aishwarya. ഹലോ, പറഞ്ഞോളൂ Aishwarya. പറയട്ടെ. Yes, പറഞ്ഞോളൂ. I do not like everyday study. Yes, I do not study there. Okay. I do not like വേണ്ടപ്പ Like to അതിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പഠിക്കുന്നത് ഇഷ്ടപ്പെടാറുണ്ട്. I do not black color dark color dress using. I do not use. ഉപയോഗിക്കാറില്ല. എന്ത് ഉപയോഗിക്കാറില്ല? I do not use കളർ. Okay. അയ്യോ, എനിക്ക് ടെൻഷൻ ആവുന്നു. Don't worry. ഞാൻ പറയുന്നില്ല. അമ്പലത്തിൽ പോകാറുണ്ടല്ലോ ദിവസം? ഇല്ല. അത് തന്നെ പറഞ്ഞ ഇംഗ്ലീഷില്. ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. വേറെ പറഞ്ഞാൽ മതി. I do not use drinking tea. Okay. I do not non-veg food every day. Eating. I do not use non-veg every day. I do not watch everyday TV. I do not watch TV every day. Correct. 5 point ആയി. കണക്കിന് നന്നായിട്ടുള്ളൂ. എന്നാലും
Okay, okay, very good, very good, very good. Okay, okay. Yes, okay, okay, okay. Very good. Yes, ഇനി അടുത്തത് കൃഷ്ണ അല്ല ആദിത്യ ശ്രീകുമാർ. Hi, good morning, sir. Yes, good morning. പറഞ്ഞോളൂ. Sir, okay. Sir, I don't drink tea. I don't drink tea. Okay. I don't like sweets. I don't like sweets. Okay, okay. നല്ല I don't sentence. watch Okay. TV often. Okay, okay, often. ശരി. I do not go to parties. I do not go to parties. Okay. I do not drive cars. I do not drive a car. I don't have any pets. I don't have any pets. I do not play games. I do not play games. Okay. I don't like crowded places. I don't like crowded places. ജനസമൂഹം ആൾക്കാർ തിങ്ങി കൂടുന്ന സ്ഥലം ഇഷ്ടപ്പെടുന്നില്ല. Yes. Fine. ഓക്കെ ഓക്കെ 5 എന്ന് പറഞ്ഞിട്ട് 8 ആയിട്ടാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഞാനൊരു ഫ്ലോയിലാണ് ആദ്യം പോകുന്നത് കൊണ്ട് കണ്ടതുകൊണ്ട് അങ്ങനെ പോയിക്കോട്ടെ, പോകുന്നവരെ പോയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഐശ്വര്യ. Okay. Thank you, sir. ഐശ്വര്യ അച്ചു ഞാൻ വിളിച്ചതാണ്. ഐശ്വര്യ അച്ചുവിന് തോന്നുന്നു. സതീഷ്, സ്മിത സതീഷ്. യെസ്. ഇനി കൃഷ്ണ ശാരദ്. Then next കൃഷ്ണവേണി. കൃഷ്ണവേണി. യെസ്. അപ്പോ കുറച്ചു പേരൊക്കെ എനിക്ക് തോന്നുന്നു പെസഹയുടെ വേളത്തിന്റെ തിരക്കിലൊക്കെ ഇരിക്കും. അതായിരിക്കും എല്ലാവരും ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. ഇവിടെ നമ്മളിങ്ങനെ ഒരു അവസരം പറയാനായിട്ട് വരുമ്പോൾ പറഞ്ഞവരൊക്കെ കുഴപ്പമില്ല, മാറി നിൽക്കരുത്. അത് നമുക്ക് പിന്നീട് നമ്മളിതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് അന്ന് കുറച്ച് പറഞ്ഞതിലേക്ക് കുറച്ചുകൂടിയൊക്കെ വ്യത്യാസം വന്നേനെ നമ്മൾ ചിന്തിക്കും. HI-ലെവലിലെയും HTEC-ലെയൊക്കെ ക്ലാസ് സംസാരിക്കാറായപ്പോഴും അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആദ്യം വന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഡു നോട്ട് വെച്ച് പറഞ്ഞു കഴിയുമ്പോൾ പോകാറില്ല, ചെയ്യാറില്ല എന്ന് പറയും. ഇനി ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഡു നോട്ടിന് പകരം ഉപയോഗിക്കുന്നത് ഡസ് നോട്ട് ആയിരിക്കും. അപ്പൊ എവിടെയാണ് ഡസ് നോട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗുലർ ആണ് സബ്ജക്റ്റ്, അതായത് ഒരാള് മാത്രമുള്ളെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡു നോട്ട് ഉപയോഗിക്കരുത്, ഡസ് നോട്ട് ഉപയോഗിക്കണം. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കസിൻ സിസ്റ്ററെ അറിയാം. ആ കസിൻ സിസ്റ്ററിന്റെ പേര് സാവിത്രി എന്നാണ്. സാവിത്രി ചായ കുടിക്കാറില്ല. അപ്പൊ സാവിത്രി ഡു നോട്ട് എന്ന് പറയുന്നത്, സാവിത്രി എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം സാവിത്രി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. ഇതാണ് കറക്റ്റ്. ഡു നോട്ട് പറഞ്ഞാൽ തെറ്റാണ്. കാരണം സാവിത്രി എന്ന് പറയുമ്പോൾ ഒരാളെ, ഈ സാവിത്രി എന്നുള്ളതിന് പകരം അവൾ എന്നാണ് പറയണമെന്ന് വിചാരിക്കും. അപ്പോഴും ഒരാളല്ലേ ഉള്ളൂ. അപ്പോഴും അവിടെ എന്ത് പറയണം? ഡസ് നോട്ട് എന്ന് പറയണം. ഷീ ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. ഡു നോട്ട് അവിടെ ഉപയോഗിക്കരുത്. അപ്പൊ ഒരാളുള്ളെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡു നോട്ട് ഉപയോഗിക്കരുത്, മറിച്ച് എന്ത് ഉപയോഗിക്കണം? ഡസ് നോട്ട് ഉപയോഗിക്കണം. ഇനി നിങ്ങൾക്കൊരു കസിൻ ബ്രദർ ഉണ്ട്, അവന്റെ പേര് രാമു എന്നാണ്. അപ്പൊ നമുക്ക് പറയാം രാമു കാർ ഓടിക്കാറില്ല. അപ്പൊ രാമു ഡസ് നോട്ട് ഡ്രൈവ് കാർ എന്ന് പറയാം. അതാണ് കറക്റ്റ്. രാമു എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. ഇനി രാമു എന്ന് പറയുന്ന പേര് പറയുന്നതിന് പകരം അവിടെ അവൻ എന്നാണ് പറയുന്നത് വിചാരിക്കും, അപ്പോഴും ഡസ് നോട്ടേ വരുള്ളൂ. കാരണം അത് രാമുനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹി ഡസ് നോട്ട് ഡ്രൈവ് കാർ, ഈ ഡു നോട്ട് ഡ്രൈവ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് വരാറില്ല, പോകാറില്ല, എടുക്കാറില്ല, ചാടാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ ഡു നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കണം. ആ ഡസ് നോട്ട് ചേർക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രം ഡസ് നോട്ട് ചേർക്കണം. അതല്ലാതെ ബാക്കിയുള്ള ഏതിനും ഡു നോട്ട് ചേർക്കണം. ഞാൻ ഇവിടെ ഇപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും എന്ന് വിചാരിച്ച ഒരു സംശയമുണ്ട്.
പക്ഷെ അങ്ങനെ ചോദിച്ചില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ സാറേ ഞാൻ പഠിക്കാറില്ല എന്ന് പറഞ്ഞപ്പോ ഐ ഡസ് നോട്ട് എന്നല്ലല്ലോ പറഞ്ഞത്, ഐ ഡു നോട്ട് എന്നല്ലേ പറഞ്ഞത്. ഐ ഞാൻ എന്ന് പറയുമ്പോഴും ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഡസ് നോട്ട് വരാതിരുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ചോദിക്കാതെ ഇനി പോട്ടെ, ചോദിച്ചില്ല, മനസ്സിൽ ചിന്തിച്ച് എത്ര പേരുണ്ട്? ആരുമില്ല. ആദിത്യ ചിന്തിച്ച മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോയിരുന്നു? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഒരു വിഷയം ചിന്തിക്കുന്നുണ്ടാവും. യെസ്, അഫ്സാന പറയുന്നു, അഫ്സാന മനസ്സിലത് ചിന്തിച്ചിരുന്നു, പക്ഷെ അത് സാറിന് അത് വിഷമമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞില്ല എന്നാണ് അഫ്സാന പറയണത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അത് തോന്നുമ്പോൾ നമ്മളത് ചോദിക്കും. അപ്പൊ 2-3 കാര്യങ്ങളാണ്, പിന്നെ നമ്മളത് കറക്റ്റ് ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിൽ പല പല കാര്യങ്ങളിൽ എക്സെപ്ഷൻ ഉണ്ട്. നമുക്കറിയാലോ, വീട്ടിലെ കാർന്നവർക്ക്, പ്രായമായവർക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ എക്സെപ്ഷൻ കൊടുക്കാറില്ലേ? കാരണം അവര് മുതിർന്ന ആളുകൾ, അപ്പോൾ ഒരു എക്സെപ്ഷൻ കൊടുക്കാറ് എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ നമ്മുടെ എക്സെപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു എക്സെപ്ഷൻ ആണ് ഐയുടെ കൂടെ ഉപയോഗിക്കില്ല, ജസ്റ്റ് നോട്ട് ഉപയോഗിക്കില്ല. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് തന്നെ പറയുന്നത്. അതിന്റെ കൂടെ അപ്പൊ അതൊക്കെ നമ്മൾ ലഹനമായിട്ട് പോകേണ്ട. ഐയുടെ കൂടെ ഡസ്റ്റ് നോട്ട് വരില്ല, ഡു നോട്ടേ വരുള്ളൂ. ഐ സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും ഡസ്റ്റ് നോട്ട് വരില്ല, ഡു നോട്ടേ വരുള്ളൂ. അതൊന്നും മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കും അവര് ചെയ്യാത്ത കാര്യങ്ങളില്ല, അത് നമ്മൾ പറയാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ അമ്മ പുറത്തു പോകാറില്ല. അപ്പൊ നിങ്ങൾ പറയുക മൈ മദർ. മൈ മദർ എന്ന് പറയുമ്പോൾ എന്റെ അമ്മ, ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം മൈ മദർ ഡസ് നോട്ട് ഗോ ഔട്ട്സൈഡ്. എന്റെ അമ്മ പുറത്തേക്ക് പോകാറില്ല. എന്റെ അച്ഛൻ മദ്യം ഉപയോഗിക്കാറില്ല. മൈ ഫാദർ ഡസ് നോട്ട് യൂസ് ആൽക്കഹോൾ. അല്ലെങ്കിൽ എന്റെ ബ്രദർ പുകവലിക്കാറില്ല. മൈ ബ്രദർ ഡസ് നോട്ട് സ്മോക്ക്. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരാളെ നിങ്ങൾ വിചാരിക്കുക. അവനൊക്കെ പേര് പറഞ്ഞില്ലെങ്കിലും അവനെന്നോ അവളെന്നോ പറഞ്ഞാലും മതി. അതിന്റെ കൂടെ ഡസ് നോട്ട് ചേർത്ത് പറയുക. ഡസ് നോട്ട് ചേർത്ത് പറയുക. ഓക്കെ. ആരാണ് ആദ്യം പറയുന്നത്? രഹന തന്നെ പറഞ്ഞോളൂ. രഹനയാവുമ്പോ ഐശ്വര്യമുണ്ട്. രഹനയുടെ ഐശ്വര്യത്തിൽ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോവാം. രഹന ആരെങ്കിലും മനസ്സിൽ വിചാരിക്കും? അമ്മയെ തന്നെ വിചാരിക്കും. പറഞ്ഞോട്ടെ. വെരി ഗുഡ്. നിങ്ങൾ ഓരോരുത്തരും രഹന കുറച്ച് സമയം എടുത്തോളൂ. ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുക. അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയാൻ മതി. ഡു നോട്ട് ഉപയോഗിക്കരുത്. എന്ത് ഉപയോഗിക്കരുത്? ഡസ് നോട്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി വെക്കുക. പോസിറ്റീവായ സെന്റൻസ് ഉണ്ട്, നെഗറ്റീവായ സെന്റൻസ്. അപ്പൊ ഒരാളുള്ളെങ്കിലും ഡസ് നോട്ടേ വരുള്ളൂ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും ഡു നോട്ട് വരും. വി ഡു നോട്ട് ഗോ. ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ പറയുമ്പോൾ മോർ ദാൻ വണ്ണാണ്. ദേ ഡു നോട്ട് ഗോ. അവർ പോകാറില്ല. അവർക്ക് പറയുമ്പോൾ മോർ ദാൻ വണ്ണാണ്. ഇനി ഐ എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെ ഡു നോട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ രഹന പറഞ്ഞു. My mother does not drink tea. Okay, my mother does not drink tea. She does not play the He does not play well. My mother does not eat too much food. My mother does not eat too much food. Mother മാറ്റിയിട്ട് പഠിപ്പിച്ചോ? My child ആക്കിക്കോ. My husband does not wake up early. My husband does not wake up early. എന്റെ ഭർത്താവ് അത് തെറ്റാണെന്നാണ് പറയുന്നത്. My baby does not cry at night. My baby does not cry at night. Okay.
He does not like hot weather. Okay. Very good. Okay, Hannah, very good. Live Thank you, example. Please. Okay. ഇനി കയ്യിലുണ്ടെങ്കിൽ റെഡിയാക്കി വെച്ചോട്ടോ. ഞാനൊരു റൗണ്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് എത്താം. യെസ്, ഗഗന. Sir. പറഞ്ഞോളൂ. ഗഗനൊക്കെ പരിചയമുള്ള ആരെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവർ ചെയ്യാത്ത കാര്യം. അപ്പൊ നമുക്ക് ഡെസ്ക്ടോട്ട് എന്നുള്ളതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിക്കണം. നമ്മൾ അറിയാണ്ട് നമ്മൾ പഠിച്ചു പോകുക, അത്രേ ഉള്ളൂ. ഡു നോട്ട്, ഡെസ്ക്ടോട്ട്. അതൊക്കെ ഞാൻ പി ഡി എഫ് ആയിട്ട് ടേക്കാട്ട്. യെസ്, പറഞ്ഞോളൂ. My brother does not drive bike. Okay. My father does not does not drive bike. Okay. My father does not beat me. Okay. My cousin sister does not eat fruits. Okay. My cousin sister does not eat fruits. Yes. Okay. Me and my friends do not take risks today. Okay. അതിനകത്ത് വേറൊരു കേസ് ശ്രദ്ധിച്ചോളണം. ഗഗനം പറഞ്ഞതിൽ ഫ്രണ്ട്സ് എന്നാണെങ്കിൽ ഡു നോട്ട് വരുമോ, ഫ്രണ്ട് എന്നാണെങ്കിൽ ഡസ് നോട്ട്. കാരണം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേ മോർ ദാൻ വൺ ആയി, അപ്പൊ പ്ലൂറൽ അല്ലേ, അപ്പൊ ഡു നോട്ട്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്രണ്ട് ആണെങ്കിലാണ് ഡസ് നോട്ട് വരുള്ളൂ. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ബോയ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് വരും. സോറി ബോയ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് വരും. നേരെ മറിച്ച് ബോയ്സ് എന്നാണെങ്കിൽ അവിടെ ഡു നോട്ട് വരുള്ളൂ. പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ, അപ്പൊ ഡസ് നോട്ട്. പ്ലേയേഴ്സ് എന്നാണെങ്കിൽ അപ്പൊ ഡു നോട്ട് വരും, കാരണം അത് മോർ ദാൻ വൺ ആയി. അതെപ്പോഴും ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ഗേൾ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട്. ഗേൾസ് എന്നാണെങ്കിൽ അപ്പൊ ഡു നോട്ട്. അതെപ്പോഴും ശ്രദ്ധിച്ചേക്കും. ഓക്കെ. My grandmother does not like cold items. യെസ്. ഓക്കെ. അടുത്തത്. കഴിഞ്ഞു. Okay, very good. Okay, very good. Yes, okay. Afsana, പറഞ്ഞോളൂ Afsana. Yes, sir. Yes. My sister does not use ornaments. My sister does not use ornaments. Okay. My husband does not use alcohol. My husband does not use alcohol. Very good. My brother does not like travel. My brother does not like traveling. Okay. അത്രയേ ഉള്ളൂ സർ. Okay. റെഡി ആക്കിക്കോളൂ, ഞാൻ പറയാം. പറഞ്ഞാൽ മതി. റെഡി ആകുമ്പോ എങ്ങനെയും കയ്യിൽ നിന്ന് കുറച്ചുകൂടി റെഡി ആകുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ. അലക MS പറഞ്ഞോളൂ. പറയട്ടെ. Yes, പറഞ്ഞോളൂ. Me and my sister does not use green color dress. അവിടെ നമുക്ക് സിംഗുലർ ഒന്നിലും കൂടെ ആൻഡ് വരുമ്പോൾ രണ്ടുപേര് കേട്ടോ, ഒരാളുണ്ട്. അപ്പൊ ഡു നോട്ട് വരും അല്ലെങ്കിൽ, അതാണ് പ്രശ്നം. ഓക്കെ. My mother does not scold me. Yes, my mother does not scold me. ഇതുവരെ ശകാരിച്ചിട്ടില്ല? ഇല്ല, അങ്ങനെ ശകാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊന്നും ആക്കത്തില്ല ഞാൻ. യെസ്, വെരി ഗുഡ്. ഓക്കെ. ശകാരിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും വൃത്തിക്കേട് ഒപ്പിക്കണം. അപ്പൊ ഞാൻ ഒപ്പിക്കാത്തത് ശകാരിക്കരുത്. വെരി ഗുഡ്. ഗുഡ് മദർ, ഗുഡ് ഡോട്ടർ. വെരി ഗുഡ്. My mother does not drive car. ഓക്കെ. My friends does not play chess. ഇവിടെ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു മിസ്റ്റേക്ക് തരുക. മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അല്ലേ ഒരാളെ വരാം. ഇപ്പൊ എന്തുവരോട് മൈ ഫ്രണ്ട് എന്നാക്കണം കേട്ടോ, അല്ലതാ. Okay, sir. My friend does not play chess. ഓക്കെ. അത് അപ്പൊ കറക്റ്റ് ആയി. മൈ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുന്നത്. Okay, sir. Veena does not like ice cream. ഒരാളുടെ നെയിം. നോ പ്രോബ്ലം. കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഓക്കെ അലക, വെരി ഗുഡ്. ഓക്കെ. ദീപ്തി.
പറഞ്ഞോ. പറയട്ടെ. പറഞ്ഞു റെഡിയാണ്. ഇത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ. She does not play outside in afternoon. എന്താ? She does not play outside afternoon. Okay, very good, very good. He does not eat non-veg every day. He does not eat non-veg food every day. Okay, correct. My mother does not go outside alone. That is the answer. My mother does not go outside. എൻ്റെ അമ്മ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാറില്ല. Very good. Yes. My sister does not walk slowly. My sister does not walk slowly. Okay, I'll get that. Yes, okay. She does not pray at every morning. She does not pray in the morning. Yes, very good. തീർന്നു സാർ. Very good, very good. Okay, okay. This live example ആണ് പഠിച്ചത്. Your observation is very good. Okay, okay. I appreciate you. Yes. Ashwati Sri. Ashwati Sri. Yes. പറഞ്ഞോട്ടെ. Ashwati. My sister does not drink payasam. My sister does not drink payasam. My sister does not eat chicken. My sister does not eat chicken. My sister does not drive car. Yes, this is not even my typical car. മാറ്റാ. Yes. Toby does not eat vegetable food. Okay, okay. Photo എവിടെ കാണുന്നത്? ആരാണ്? ഫോട്ടോ അല്ല. Yes, okay. എന്തോന്ന്? ഇപ്പൊ പറഞ്ഞത് എന്തിനെ ആരെ കുറിച്ചാണെന്ന് ചോദിച്ചത്? ടോബി നായ്ക്കുട്ടി. അതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ കാണുന്ന ഫോട്ടോയിലോട് ആരെന്ന് ചോദിച്ചത്. അവൻ തന്നെയാ. Yes, okay, okay, okay. ഇനി കഴിഞ്ഞില്ലേ മതി. നാലായുള്ളൂ. Okay, 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 okay. Very good, very good. Yes. ആദിത്യ ശ്രീകുമാർ. പറയട്ടെ sir. Yes, Kari. She doesn't eat meat. Okay, she doesn't eat meat. He doesn't drive at night. She doesn't drive at night. Very good, very good. My nephew doesn't play games. Okay, 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 okay. Ravi doesn't listen to music. Okay, okay, okay. He does not like coffee. Does not എന്ന് പറയുന്ന പകരം doesn't പറഞ്ഞാൽ Ranu doesn't go out. ഒരു മിനിറ്റ്. ഞാൻ ഡസ് നോട്ട് എന്ന് പറഞ്ഞത് പിന്നീട് നമുക്കത് പറയാം. ഡസ് നോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടൈമിൽ ഉപയോഗിക്കുമ്പോൾ ഡസിന്റ് ഡു പ്ലസ് നോട്ട് ഡോണ്ട് എന്ന് പറയില്ലേ? അത് തന്നെ. ഓക്കെ ഓക്കെ. Okay. Rani doesn't go out much. Yes. She doesn't cook often. Yes. My husband doesn't use alcohol. Yes. Okay, kind of. Okay, welcome. Very good, very good, very good. Okay, okay. Thank you, sir. Smita. Smita Sadish. Yes. Okay, Smita എന്തെങ്കിലും ഞാൻ വിചാരിച്ചു. ഓക്കെ, പറഞ്ഞോളൂ സ്മിത. ടെസ്റ്റിലോട്ട് വരാവുന്ന ഒരു 5 സെന്റൻസ് പറഞ്ഞു. Okay, sir. My sister doesn't wear saris. Okay. My brother does not eat vegetables. Yes. My mother does not go public. Yes. My husband does not use alcohol. Yes. My daughter does not eat chicken. Yes. Okay. Thank Very you. good, very good, very good. Okay, Smita. Okay. Krishna Shara. Krishna Sara. Yes. Anjana KK. Anjana. Parate, sir. Yes, Kelly. My husband does not like coffee. Yes, my husband does not like coffee. He does not like read.
Okay. My father does not know how to drive. Very good. My brother doesn't like to play with his friends. Yes. She does not like spicy food too much. Yes. Okay. Okay. Very good. Very good. Very good. Okay. Okay. How to അതല്ല പ്രയോഗമാണ്. Okay. Okay. Gayatri. Gayatri. Gayatri is not connected. Anju Neeraj. Anju Neeraj. Anju Neeraj. Okay. Sir, That's not sure. my sister does not like reading. Okay. My brother does not like alcohol. Using Yes. alcohol. Yes. My mother does not like chicken. Yes. My daughter does not like chicken. Okay. Very good. Very good. Okay. Okay. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കി വിദ്യാർത്ഥികൾ പറയണമെങ്കിൽ പറയട്ടോ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇന്നും നോക്കിയത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡു നോട്ടും ഡസ് നോട്ടും എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പതിവായിട്ട് ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒന്നിലേക്ക് നമ്മൾ ഡു നോട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡസ് നോട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിൽ ഡു നോട്ട് എവിടെയാണ് വരുന്നത്, ഡസ് നോട്ട് എവിടെയാണ് വരുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അത്രയും മതി. വളരെ കുറച്ച് കാര്യം. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് സബ്ജക്റ്റും വരവിന്റെ പ്രസന്റ് ടെൻസുമാണ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പറയുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാബിറ്റ് ആണ്. ഐ ഗോ ടു ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകാറുള്ളതാണ്. ഐ ഗോ ടു ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്നതിന്റെ സ്വഭാവമാണെന്നാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ ആണ്. അത് തന്നെ ചെയ്യാത്ത കാര്യമാണെങ്കിൽ ഒന്നിനും ഡു നോട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളോട് അന്ന് ചോദിച്ചതുപോലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു ഒരു ദിവസം ഒരു പുതിയ വാക്ക് വെച്ച് ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും എന്നറിയാം. എന്നിരുന്നാലും ഞാനൊന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓക്കെ, ഇന്ന് ആദ്യം ഉത്തരം പറയുന്ന ഒരു 3 പേരെ ഞാൻ പരിഗണിക്കുന്നതാണ്. ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ജി എന്നും രണ്ടാമത്തെ ലെറ്റർ ആർ എന്നുമാണ്. ആർ, ജി ആർ. നമ്മളിപ്പോ ഗ്രൗണ്ട് എന്ന് പറയുന്നത് GROUND. ഫസ്റ്റ് ലെറ്റർ ഇസ് ജി, നെക്സ്റ്റ് ഇസ് ആർ. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, ആദിത്യക്ക് ജയിക്കാനുള്ള താല്പര്യം തോന്നുന്നു അല്ലേ? യെസ്, ജയിക്കാണ്ട് വിചാരിക്കണ്ട. നിങ്ങൾ ഇംഗ്ലീഷ് നോളജിന്റെ ഒരു കപ്പാസിറ്റിക്ക് വേണ്ടി പറയുന്നത് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്ലാക്ക് സ്റ്റിക്ക് inside a pencil. A black stick inside a pencil. ഇതല്ല, ഇത് വേറൊരു വാക്കുണ്ട്. ബ്ലാക്ക്, അതിനെ പറയുന്ന പേരില്ലേ? ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് ദ പെൻസിൽ ഈസ് anybody? Okay, Rehana, it's the correct answer. Graphite. Rehana, Alaka, ഓക്കെ, രണ്ടുപേരെ ഓർന്നിട്ടുണ്ട്. രണ്ടുപേർക്ക് ഞാൻ ഓരോ പോയിന്റ് ചെയ്തവിടെ രേഖപ്പെടുത്തി. ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. അടുത്തത്, യുവർ പാരൻസ്,
Apostrophe case. Your parents, parents. Your parents, parents. Rehana, Deepti. Gagana. Rehana, Deepti, and Gagana. Okay, ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അവസാനം വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. Okay, okay, very good, very good. Okay, 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 okay. Then your parents, parents, grandparents. Okay. அடுத்தது, a building where you grow your plants. A building where we grow our plants. PLANTS. അതിന് പേരുണ്ട്. ഗാർഡൻ അല്ല, ഹൗസ് എന്ന് തന്നെ ചോദിച്ചേക്കുന്നത്. ബിൽഡിംഗ്. നിങ്ങളത് നേഴ്സറിയിൽ പോയി പോകുമ്പോ ചെടികളൊക്കെ വാങ്ങിക്കുന്ന നേഴ്സറിയിലൊക്കെ നിങ്ങൾ പോയി അവിടെ നിന്ന് കാണാം. പേര് പറയും. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ സൈഡിലൂടെയൊക്കെ പോയപ്പോ അത് കണ്ടിട്ടുണ്ടോ? യെസ്, ആർക്കെങ്കിലും? Okay, okay. A building where you grow your plants. A building where you grow your plants. And the answer ഒരു കളറുമായിട്ട് ബന്ധപ്പെട്ടാണ്. The answer is connected with a color. അതിന്റെ കൂടെ കൂടി ഉണ്ട്. Okay. അഫ്സാന, രഹന, അഞ്ജന. അഫ്സാന, രഹന ആൻഡ് അഞ്ജന. കറക്റ്റ് ആണ്. ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന പേര്. ഗ്രീൻ ഹൗസ്. ഓക്കെ 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 ഓക്കെ. ഗ്രീൻ ഹൗസ് കേട്ടോ. ഒരു പച്ച ഷീറ്റ്, ഇങ്ങനെ ചില ചെടികള് തൈകളൊക്കെ അധികം സൂര്യപ്രകാശം വേണ്ടത് അകത്ത് സൂക്ഷിക്കുന്നത്. ഗ്രീൻ ഹൗസ്. യെസ്. അടുത്തത് വെരി സിമ്പിൾ. ടു കുക്ക് ഫുഡ്. To cook food on a metal bar. To cook food on a metal bar. Rehana, Anjana, Gagana. Rehana, Anjana, and Gagana. It's the correct answer. Aditya, correct answer. Grilled chicken. Grilled chicken. Yes. Okay, okay, okay. It's the correct answer. Yes. Next question. A small bomb thrown by cat. A small bomb thrown by cat. A small bomb. Bomb, B-O-M-B. Bomb. A small bomb thrown by cat. പോലീസുകാരൊക്കെ അത് പിക്കറ്റ്. ആദിത്യ, രഹന, അലക. ആദിത്യ, രഹന ആൻഡ് അലക. കറക്റ്റ് ആൻസർ. ഗ്രനേഡ്. ഗ്രനേഡ്. ഈ പിക്കറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴേ പോലീസ് സമരക്കാരുടെയിലേക്ക് ഗ്രനേഡ് എറിഞ്ഞു എന്ന് പറയാറില്ലേ? യെസ്, അത് ഉപയോഗിക്കുന്ന വാക്ക്, ഉപയോഗിക്കുന്ന ഐറ്റം ഇതാണ്, ഗ്രനേഡാണ്. ഓക്കെ ഓക്കെ. ഗ്രനേഡ്. ഇനി ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ ഒരു വൺ വേർഡ് പറഞ്ഞാൽ മതി. ആ മീനിങ് ഇതാണ്. ടു ബിക്കം ബിഗർ. ടു ബിക്കം ബിഗർ. BIGGER. ദീപ്തി, അഞ്ജന, അലക. ദീപ്തി, അഞ്ജന ആൻഡ് അലക. ഗ്രോ എന്നാണ്. ഗ്രോ. GROW. ഗ്രോ. വളരുക. യെസ്. ഗ്രേറ്റ് അല്ലേ? ഗ്രോ. യെസ്. അടുത്തത് വെരി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ. Opposite of bride.
BRIDE, bride, opposite of bride. Deepthi, Gagana, Anjana. Deepthi, Gagana, and Anjana. Okay. Aditya, okay, Gagana. Okay, Apsana, Alaga, correct answer. Look, very good answer is correct. Yes. Next question. Very simple. A unit of weight. A unit of weight. Aditya, Rekhana, Anjana. Aditya, Rekhana, and Anjana. Okay, Anjana, okay, Deepthi, okay, Alaga, okay. Unit of weight, നമുക്ക് പറയാവുന്നത് GR എന്ന് കൊടുക്കുന്നത് gram ആണ്. It's a correct answer. It's a correct answer. Yes. Next question. A color in between black and white. A color. Oh, Rekhana ഭയങ്കര ഷാർപ്പാണല്ല. Rekhana, Aditya, Apsana. Rekhana, Aditya, and Apsana. Apsana നേരത്തെ വന്നിട്ടില്ല അല്ലേ? Apsana വന്നിട്ടുണ്ട്. Okay, Apsana, correct answer. In between black and white, അത് വരുന്നത് ഗ്രേ ആണ്. ബ്ലാക്ക് ഗ്രേ ഒന്നുകൂടി കളർ കൂട്ടിയാൽ ബ്ലാക്ക് ആയി, ഗ്രേ ഒന്നുകൂടി കളർ കുറച്ചാൽ വൈറ്റ് ആയി. Yes, in between black and white, ഗ്രേ. Yes. Next question. An insect, INSECT, an insect with long legs, LEGS, that hops. With long legs that hops. An insect. Okay, Deepthi, Aditya, Rekhana. Deepthi, Aditya, and Rekhana. It's a correct answer. Grasshopper. Very good. Yes, very good. Next question, which is the last question. A place where dead people are buried. BURIED. A place where dead people are buried. Gagana, Rekhana, and Deepthi. Rekhana, and Deepthi. Yes. Okay. Yes, very good. Okay. Grave എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. Graveyard എന്നൊരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. The Elegy Written in a Country Churchyard എന്ന് പറയുന്ന ഒരു കവിതയിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? Elegy Written in a Country Churchyard. Yes. Okay. അത് ഇംഗ്ലീഷിലെ വളരെ അറിയപ്പെടുന്ന ഒരു വിലാപകാവ്യമായിട്ട് അറിയപ്പെടുന്ന ഇവിടെ ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. യെസ്, വില്യം വേഴ്സ്വർത്ത് എഴുതിയെന്ന് തോന്നുന്നു അല്ലേ? Am I right? ഞാൻ ഓർക്കുന്നില്ല. യെസ്, വില്യം വേഴ്സ്വർത്തിന്റെ കവി. യെസ്, അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പ്രശ്നങ്ങൾ പറയുന്നു. കവി ഒരു സിമിത്തേരിയിൽ വന്നിരിക്കും. സിമിത്തേരിയിൽ വന്നിരിക്കുന്നത് കഴിയുമ്പോൾ അവിടെ ധാരാളം കല്ലറകൾ കാണുക. ആ കല്ലറകളിലെ മുകളില് അതിനകത്ത് ആരെയാണ് അടക്കിയിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവർ ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം യുദ്ധങ്ങളിൽ പങ്കെടുത്തുവെന്നും എത്ര ശത്രുക്കളെ കൊന്നുവെന്നുമുള്ള കണക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് അടക്കിയിരിക്കുന്ന ആളുടെ മഹത്വം നമുക്ക് മനസ്സിലാവും. വീണ്ടും ആ സെമിത്തേരിയുടെ ചെറിയ വശങ്ങളിൽ ചെറിയ മൺകൂനകൾ കാണുന്നു. ആ മൺകൂനക്കടിയിലും ആരേക്കോ അടക്കിയിട്ടുണ്ട്. കാരണം അതാണെങ്കിൽ പൊന്തി നിൽക്കുന്നത്. പക്ഷെ അവരെല്ലാം പ്രഗത്ഭരായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് മുകളില് ഇങ്ങനെയുള്ള കല്ലറകളില്ല, അവർ ചെയ്ത യുദ്ധങ്ങളെ കുറിച്ചില്ല. അപ്പോ ഈ മൺകൂനകളെ നോക്കിക്കൊണ്ട് വില്യം വേർഡ്സ്വർത്ത് പറയുന്ന വാചകമാണ് ഈ ഇതിനകത്ത് വരുന്നത്. ഈ മൺകൂനയിൽ കിടക്കുന്ന തോമസ് ഗ്രേ. ഓക്കെ. തോമസ് ഗ്രേ ആണ്. ഞാൻ ഓർക്കുന്നില്ല ആരെയാണ്, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. തോമസ് ഗ്രേ ആണ് വില്യം വേർഡ്സ്വർത്ത് ഓർക്കുന്നത്. യെസ്.
അപ്പൊ അത് നോക്കിയിട്ട് പറയുന്നതാണ് ഈ മൺകൂനക്കടിയിൽ കിടക്കുന്ന ആളുകളും പ്രശസ്തരാകുമായിരുന്നു. പക്ഷെ വിധി അവർക്ക് ഒരു അവസരം കൊടുത്തില്ല. വിധി ഒരു അവസരം അവർക്ക് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അവർ പ്രശസ്തരാവാതിരുന്നത്. അല്ലെങ്കിൽ അവർ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിലുള്ള വേറെ ഏതെങ്കിലും റോയൽ ഒരു അവസ്ഥയാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ പ്രശസ്തരാകുമായിരുന്നില്ലേ? ചില ആളുകൾക്ക് പ്രശസ്തി കൊണ്ടുവന്ന് തരുന്നത് അവരുടെ ബർത്താണ്. ഡോക്ടറുടെ മകൻ ഡോക്ടറാകുന്നു, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആകുന്നു, അല്ലെ? അപ്പൊ വിധി ഒരു അവസരം കൊടുത്തില്ല. ഇവിടെ ലളിതമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. വിധി ഇപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്, ഇംഗ്ലീഷ് ഒന്ന് ഡെവലപ്പ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നാളെ ഒരു അവസരം തന്നില്ല നമ്മൾ പറയരുതല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. നെല്ലും ചെയ്തിട്ടുള്ളതിനെ കണ്ട് ചർച്ചയോ ഐദർ തോമസിന് ഒരു വില്യം വേഴ്സ്വർത്ത് എഴുതിയേക്കുന്ന ഒരു കവിതയാണ്. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്കും ഒരു അവസരം കിട്ടിയിരിക്കുകയാണെന്ന് ചിന്തിച്ചു. ഓക്കെ ഓക്കെ ഗഗന. യെസ്, അപ്പൊ ഞാൻ ഇന്നത്തെ നിങ്ങളുടെ പോയിന്റുകളെ കുറിച്ചൊന്ന് പറയാം. അഫ്സാന 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു മത്സരമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഫോർ ഫൺ. ഗഗന 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആദിത്യക്കും 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അലകയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അഞ്ജനയ്ക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 5 പോയിന്റ്. ദീപ്തിക്കും 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പോയിന്റ് ലഭിച്ചത് രഹനക്കാണ്. രഹനയ്ക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോ കുറച്ച് പേർക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡിന്റെ കുറവ് കൊണ്ട് 4ാമതും 5ാമതൊക്കെ വന്ന ആൾക്കാരുണ്ടാവും. പേടിക്കണ്ട. യെസ്, നിങ്ങൾക്കറിയാം എന്നറിയുന്നത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള പ്രത്യേകത. സന്തോഷവും. അപ്പോ മാർക്ക് പോയിന്റ് കിട്ടിയവർക്കും പോയിന്റ് കിട്ടാത്തവർക്കും ഒരുപോലെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനി ഒരു വിഷയം നമ്മൾ കാണുന്നത് ഈസ്റ്ററിന് ശേഷമായിരിക്കും. വിഷുവിന് മുമ്പ് വിഷു ആശംസ പറയാൻ പറ്റിയില്ല. എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ അല്പം വൈകിയാണെങ്കിലും വിഷു ആശംസകളും ഈസ്റ്റർ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ 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 അച്ഛന. ഓക്കെ ആദിത്യ.